ഇന്ന് ഇവിടെ 426 മുതൽ 474 വരെയുള്ള നാമങ്ങളാണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. ശ്ലോകങ്ങൾ 46 മുതൽ 50 വരെ. 46 ശ്ലോകം. വിസ്താരസ്ഥാവരസ്ഥാണു പ്രമാണം ബീജമവ്യയം അർത്ഥോനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധന. ഇവിടെ 9 നാമങ്ങളാണ് വരുന്നത്. വിസ്താര, സ്ഥാവരസ്ഥാണു, പ്രമാണം, ബീജമവ്യയം, അർത്ഥ, അനർത്ഥ, മഹാകോശ, മഹാഭോഗ, മഹാധന എന്നിവയാണ് 9 നാമങ്ങൾ. വിസ്താര, വിസ്തരിച്ചവൻ അല്ലെങ്കിൽ വിസ്തരിപ്പിക്കുന്നവൻ എന്ന് ഈ പദത്തിന് അർത്ഥം പറയാം. ആദ്യത്തേതിന് തൻ്റെ വിശ്വരൂപ ദർശനം വഴി യശോദമ്മയ്ക്കും കൗരവ സദസ്സിലും അർജുനനും സ്വന്തം രൂപം വിസ്തരിച്ചു കാണിച്ചു കൊടുത്തവനെന്ന് മനസ്സിലാക്കാം. തൻ്റെ പരമചൈതന്യത്താൽ സൃഷ്ടിയിലെ ഓരോ വസ്തുവിനെയും തൻ്റെ സ്വന്തം പ്രകൃതി അനുസരിച്ച് വിസ്തരിപ്പിക്കുന്നവനാണ് വിഷ്ണു എന്ന് രണ്ടാമത്തേത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. സ്ഥാവരസ്ഥാണു, ഇവിടെ 2 നാമങ്ങളുണ്ട്, സ്ഥാവര എന്നും സ്ഥാണു എന്നും. പക്ഷേ ഇത് ഒരു നാമമായിട്ടാണ് ചൊല്ലേണ്ടത്. സ്ഥാവരമെന്നാൽ സ്ഥിരശീലമുള്ളവൻ എന്ന് പറയാം. ഭൂമി മുതലായ സ്ഥിതിശീല വസ്തുക്കൾ ആരിലാണോ നിലനിൽക്കുന്നത് അത് സ്ഥാണു എന്ന് പറയുന്നു. ഈ രണ്ടും ചേർന്നതാണ് സ്ഥാവരസ്ഥാണു. സ്വയം സ്ഥിരമായവനും സ്ഥിരമായവയ്ക്ക് സ്ഥിരമായ ആധാരവുമാണ് മഹാവിഷ്ണു. പ്രമാണം, എന്തിനും എല്ലാറ്റിനും പ്രമാണം, ആധാരം ആയിട്ടുള്ളവനാണ് വിഷ്ണു എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ബീജമവ്യയം, അവ്യയമായ നാശമില്ലാത്ത ബീജമാണ് വിഷ്ണു എന്ന് അർത്ഥം വരുന്നു. നാശമില്ലാത്ത മൂലഹേതുവാണ് ഈ സൃഷ്ടിക്ക് തന്നെ കാരണഭൂതനാണ് എന്ന് കാണാം. അർത്ഥ, സർവരാലും പ്രാർത്ഥിക്കപ്പെടുന്നവനെന്നാണ് ഇവിടുത്തെ വിശേഷണം. അനർത്ഥ, തനിക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒന്നും തന്നെ ഇല്ലാത്തവനാണ് വിഷ്ണു എന്ന് പറയുന്നു. മഹാകോശ, പഞ്ചകോശങ്ങളാൽ അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം എന്നിവയാൽ മറയ്ക്കപ്പെട്ടവനാണ് ജീവാത്മാവ് എന്ന് പറയുന്നു. അങ്ങനെ മറയ്ക്കപ്പെട്ട ആത്മസ്വരൂപൻ മഹാകോശനാണ് വിഷ്ണു എന്ന് പറയുന്നു. മഹാഭോഗ, മഹത്തായ സുഖരൂപമായ ഭോഗത്തോടു കൂടിയവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. മഹാധന, മഹത്തായ സമ്പത്തുള്ളവൻ, മഹാധനനാണ് വിഷ്ണു എന്നാണ് ഇവിടെ പറയുന്നത്. 47 ശ്ലോകം. അനിർവിണ്ണസ്ഥവിഷ്ടോ ഭൂർധർമ്മയൂപോ മഹാമഖ നക്ഷത്രനേമിർനക്ഷത്രേ ക്ഷമ ക്ഷാമസമീഹന. ഇവിടെ അനിർവിണ്ണ, സ്ഥവിഷ്ഠ, അഭൂ അല്ലെങ്കിൽ ഭൂ, ധർമ്മയൂപ, മഹാമഖ, നക്ഷത്രനേമി, നക്ഷത്രീ, ക്ഷമ, ക്ഷാമ, സമീഹന എന്നീ 10 നാമങ്ങൾ നമുക്ക് കാണാം. അനിർവിണ്ണ, നിർവേദം, അതൃപ്തി കൊണ്ടുള്ള മടുപ്പ്, വിചാരിച്ച കാര്യം നടക്കാത്തതുകൊണ്ടുള്ള ഉദാസീനത, മൗഢ്യം എന്നിവ ഒന്നും തന്നെ, അതായത് നിർവേദമില്ലാത്തവനെന്നാണ് വിഷ്ണുവിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. സ്ഥവിഷ്ഠ, സ്ഥവിഷ്ഠമെന്നാൽ സ്ഥൂലത്തിൻ്റെ ഉത്തമാവസ്ഥയാണ്, അതായത് അതിസ്ഥൂലനായവനാണ് സ്ഥവിഷ്ഠൻ എന്ന് പറയാം. ഭഗവാൻ വിഷ്ണു വിരാട് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഭൂ അല്ലെങ്കിൽ ഭൂ, ഭവിക്കാത്തവനാണ് അഭൂ, അതായത് ജന്മമില്ലാത്തവനെന്ന് പറയാം. ഇനി ഭൂ എന്നാണ് എടുക്കുന്നതെങ്കിൽ ഭൂഗോള രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് വിഷ്ണു എന്ന് പറയാം. ധർമ്മയൂപ, ഒരു യാഗസമയത്ത് പശുവിനെ കെട്ടിയിടുന്ന സ്തംഭത്തിന് യൂപം എന്ന് പറയുന്നു. ധർമ്മയൂപം എന്നാൽ അതുകൊണ്ട് ധർമ്മസ്തംഭം, ധർമ്മത്തിൻ്റെ ആധാരം എന്നൊക്കെ വിഷ്ണുവിനെ വിശേഷിപ്പിക്കാം. മഹാമഖ, മഖമെന്നാൽ യജ്ഞം, മഹാവിഷ്ണു മഹായജ്ഞസ്വരൂപനാണ് എന്ന് പറയുന്നു. നക്ഷത്രനേമി, ഒരു ചക്രത്തിൻ്റെ കേന്ദ്രത്തെ നേമി എന്ന് പറയുന്നു. നക്ഷത്രം എന്നത് സകല ഗോളങ്ങളെയും പരാമർശിക്കുന്നു. അപ്പോൾ വിഷ്ണുവാണ് സകല ഗോളങ്ങളുടെയും കേന്ദ്രബിന്ദു എന്ന് മനസ്സിലാക്കാം. നക്ഷത്രീ, ചന്ദ്രൻ നക്ഷത്രങ്ങളുടെ നാഥനാണ് എന്ന് പറയുന്നു. മഹാവിഷ്ണു തന്നെയാണ് ചന്ദ്രനെന്ന് നാം കണ്ടതാണല്ലോ. ക്ഷമ, എല്ലാ കാര്യങ്ങളിലും ക്ഷമതയുള്ളവനാണ് മഹാവിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. ക്ഷാമ, ക്ഷയമില്ലാതെ സ്ഥിതി ചെയ്യുന്നവനെന്നാണ് ഇതിനർത്ഥം. സമീഹന, ഈഹ എന്നാൽ ചേഷ്ട, നല്ലപോലെ ചേഷ്ടയെ ചെയ്യുന്നവനെന്ന് ഈ നാമത്തിന് അർത്ഥം വരുന്നു. അതായത് സൃഷ്ടിയെയാണ് ചേഷ്ടയായി പറയുന്നത്. 48 ശ്ലോകം. യജ്ഞൈജ്യോ മഹേജ്യശ്ച ക്രതുസത്രം സദാംഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം. 10 നാമങ്ങൾ നമുക്കിവിടെ കാണാം. യജ്ഞ,
ഇജ്യ, മഹേജ്യ, ക്രതു, സത്രം, സദാംഗതി, സർവദർശി, വിമുക്താത്മാ, സർവജ്ഞ, ജ്ഞാനമുത്തമം എന്നിവയാണ് ഇവിടുത്തെ 10 നാമങ്ങൾ. യജ്ഞ, എല്ലാ യജ്ഞവും വിഷ്ണു തന്നെയാണ് എന്നാണ് സങ്കല്പം. വിഷ്ണു യജ്ഞസ്വരൂപനാണല്ലോ. ഇജ്യ, യജിക്കപ്പെടേണ്ടവനാണ് വിഷ്ണു എന്ന് പറയുന്നു. മഹേജ്യ, ഏറ്റവും കൂടുതലായി യജിക്കപ്പെടേണ്ടവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. ക്രതു, യൂപം നാട്ടി ചെയ്യുന്ന യജ്ഞമാണത്രേ ക്രതു. ഈ യജ്ഞത്തിൻ്റെ രൂപമാണ് വിഷ്ണുവിന് എന്നാണ് അർത്ഥം. സത്രം, സത്തുക്കളെ സംരക്ഷിക്കുന്ന ഈശ്വരശക്തി എന്നാണ് ഇതിനർത്ഥം പറയുന്നത്. സദാംഗതി, സത്തുക്കൾക്ക്, സജ്ജനങ്ങൾക്ക് ശരണസ്ഥാനമാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. സർവദർശി, എല്ലാം കാണുന്നവൻ എന്നാണ് വിശേഷണം. വിമുക്താത്മാ, സർവബന്ധങ്ങളിൽ നിന്നും വിമുക്തനായ പരമാത്മാവാണ് വിഷ്ണു എന്ന് ഈ നാമം പറയുന്നു. സർവജ്ഞ, എല്ലാം അറിയുന്നവൻ എന്ന് അർത്ഥം പറയുന്നു. ജ്ഞാനമുത്തമം, ഉത്കൃഷ്ടമായ ജ്ഞാനം തന്നെയാണ് ഭഗവാൻ വിഷ്ണു എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. 49 ശ്ലോകം. സുവ്രത സുമുഖ സൂക്ഷ്മ സുഘോഷ സുഖദ സുഹൃത് മനോഹരോജിതക്രോധോ വീരബാഹുർവിദാരണ. ഇവിടെയും 10 നാമങ്ങളാണ് വരുന്നത്. സുവ്രത, സുമുഖ, സൂക്ഷ്മ, സുഘോഷ, സുഖദ, സുഹൃത്, മനോഹര, ജിതക്രോധ, വീരബാഹു, വിദാരണ എന്നിവയാണ്. സുവ്രത, നല്ല വ്രതത്തോടു കൂടിയവനാണ് വിഷ്ണു എന്ന് ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. വ്രതത്തിന് തപസ്സെന്നും അർത്ഥം വരുന്നതിനാൽ നല്ല ഒരു തപസ്വിയാണ് വിഷ്ണു എന്ന് പറയുന്നു. സുമുഖ, സുന്ദരമായ പ്രസന്നമായ മുഖത്തോടു കൂടിയവനാണ് വിഷ്ണു എന്നാണ് ഇവിടെ വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നത്. രൂപം കൊണ്ട് തന്നെ ആനന്ദം തരുന്നവനാണ് എന്ന് പറയുന്നു. ഉദാഹരണത്തിന് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്നിവർ. സൂക്ഷ്മ, എല്ലായിടത്തും കടന്നെത്താനാവുന്ന സൂക്ഷ്മമായ ഘടനയുള്ളവൻ എന്ന് വിശേഷിപ്പിക്കുന്നു. സുഘോഷ, വേദഘോഷമുള്ളവൻ, വേദവാണി പുറപ്പെടുവിക്കുന്നവൻ, മനോഹരമായ ഘോഷമുള്ളവൻ എന്നൊക്കെ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. സുഖദ, സുഖം പ്രദാനം ചെയ്യുന്നവനെന്ന് വിശേഷിപ്പിക്കുന്നു. ശാശ്വതമായ സുഖം ഭഗവാന് മാത്രമേ തരുവാനാകൂ എന്ന് പറയുന്നു. സുഹൃത്, നല്ല അനുകൂലമായ ഹൃദയത്തോടു കൂടിയവനെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. സർവ്വ ജീവജാലങ്ങളോടും മൈത്രീഭാവമുള്ളവനാണ് വിഷ്ണു എന്ന് പറയുന്നു. മനോഹര, മനസ്സിനെ ഹരിക്കുന്നവൻ, പിടിച്ചു വശത്താക്കുന്നവൻ എന്നൊക്കെ വിശേഷിപ്പിക്കാം. വിഷമങ്ങളിൽ അകപ്പെട്ടവരുടെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിച്ചുവിട്ടാൽ സമാധാനം ലഭിക്കുമെന്ന് പറയുന്നു. ജിതക്രോധ, ക്രോധത്തെ ജയിച്ചവനാണ് വിഷ്ണു എന്ന് ഇവിടെ പറയുന്നു. വീരബാഹു, ദുഷ്ടജനങ്ങളെ വെല്ലാനും ശിഷ്ടജനങ്ങളെ അനുഗ്രഹിക്കാനും ബലമുള്ള വീരസ്വഭാവമുള്ള കൈകളോട് കൂടിയവൻ എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. വിദാരണ, ധർമ്മ ശത്രുക്കളെ, രാക്ഷസ ശക്തികളെ പിളർക്കുന്നവൻ, ഇല്ലാതാക്കുന്നവൻ എന്നൊക്കെ അർത്ഥം പറയുന്നു. 50 ശ്ലോകം. സ്വാപനസ്വവശോ വ്യാപി നൈകാത്മാ നൈകകർമ്മകൃത് വത്സരോ വത്സലോ വത്സി രത്നഗർഭോ ധനേശ്വര. സ്വാപന, സ്വവശ, വ്യാപി, നൈകാത്മാ, നൈകകർമ്മകൃത്, വത്സര, വത്സല, വത്സി, രത്നഗർഭ, ധനേശ്വര എന്നിങ്ങനെ 10 നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ. സ്വാപന, ഉറക്കുന്നവൻ, മായ കൊണ്ട് ആത്മാവിൻ്റെ ഉണർവിനെ മറയ്ക്കുന്നവൻ എന്നാണ് വിഷ്ണുവിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. സ്വവശ, സ്വതന്ത്രൻ, അന്യാധീനനല്ലാത്തവൻ, ഏതു കാര്യവും ചെയ്യുവാൻ മറ്റാരെയും ആശ്രയിക്കേണ്ടാത്തവൻ എന്നൊക്കെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. വ്യാപി, സർവത്ര വ്യാപിച്ചു കിടക്കുന്നവനെന്ന് അർത്ഥം പറയുന്നു. നൈകാത്മാ, ന ഏക ആത്മാ, അതായത് ഒരു ആത്മാവ് മാത്രമല്ലാത്തവൻ എന്നാണ് ഇതിനർത്ഥം. ഓരോരോ കാര്യങ്ങൾക്കു വേണ്ടി പല പല അവതാരങ്ങൾ എടുത്തവനാണല്ലോ വിഷ്ണു. നൈക കർമ്മകൃത്, ന ഏക കർമ്മകൃത്, ഒരേ ഒരു കർമ്മത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്തവനെന്ന് അർത്ഥം പറയുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരാദി കർമ്മങ്ങൾ ചെയ്യുന്നവനെന്ന് അർത്ഥം പറയാം. വത്സര, സകല വസ്തുക്കൾക്കും വാസസ്ഥലമായവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. വത്സല, വത്സലനാണ്, പ്രേമസ്വരൂപനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. വത്സി, വത്സന്മാരെ പാലിക്കുന്നവനാണ് വിഷ്ണു എന്ന് അർത്ഥം വരുന്നു. ജഗത് പിതാവാണ് വിഷ്ണു. രത്നഗർഭ, ഗർഭത്തിൽ രത്നമുള്ളവൻ,
എല്ലാ നന്മകളുടെയും അക്ഷയഭണ്ഡാരം എന്ന് വിഷ്ണുവിനെ ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. ധനേശ്വര, സർവ്വ സമ്പത്തിൻ്റെയും ഉടമയാണ് ഭഗവാൻ വിഷ്ണു എന്ന് പറയുന്നു. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ ലക്ഷ്മീദേവി അവിടുത്തെ കാൽക്കലാണല്ലോ ഇരിക്കുന്നത്. ഇതോടെ നമ്മൾ 50 ശ്ലോകങ്ങളിൽ കൂടി 474 നാമങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ 5 ശ്ലോകങ്ങൾ ചൊല്ലാം. വിസ്താരസ്ഥാവരസ്ഥാണു പ്രമാണം ബീജമവ്യയം അർത്ഥോനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധന അനിർവിണ്ണസ്ഥവിഷ്ടോ ഭൂർധർമ്മയൂപോ മഹാമഖ നക്ഷത്രനേമിർനക്ഷത്രീ ക്ഷമ ക്ഷാമസമീഹന യജ്ഞൈജ്യോ മഹേജ്യശ്ച ക്രതുസത്രം സദാംഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം സുവ്രത സുമുഖ സൂക്ഷ്മ സുഘോഷ സുഖദ സുഹൃത് മനോഹരോജിതക്രോധോ വീരബാഹുർവിദാരണ സ്വാപനസ്വവശോ വ്യാപീ നൈകാത്മാ നൈകകർമ്മകൃത് വത്സരോ വത്സലോ വത്സി രത്നഗർഭോ ധനേശ്വര. 51 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം.